നാശം നേരില്ലാത്ത നേരത്ത് ചേട്ടാ ഈ സിലിണ്ടർ ഒന്ന് കൊണ്ടുപോയിക്കോളേ. നീ ആ ആശുപത്രിയിൽ പിടിച്ചോളെ ഇരുന്നോട്ടാ. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുമെന്ന് അറിയാമോ? എങ്ങാടുന്ന വലിഞ്ഞു കയറി വന്ന പണ്ടാരത്തിന്റെ കാലെന്ന് ഇവിടെ കുത്തിയോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ആ മനുഷ്യന്റെ ജീവനും പോയി, എന്റെ ജീവിതവും തൊലഞ്ഞു. ഇന്ന് പോണ വഴിക്ക് ഇതിനെ ഞാൻ മാർക്കറ്റിൽ കൊണ്ടേ കളയും. നമ്മൾ പോണത് ഒരു മുസ്ലിംസിന്റെ വീട്ടിലേക്കാണ്. അവിടെ ഈ സാധനത്തിനെ കേട്ടിട്ടത് അത് ഹറാമാ. ഈ പണ്ടാരത്തിനെ കൊണ്ടാണെങ്കിൽ ഇവിടെ മുഴുവൻ രോമാണ്. വെല്ലോന്റെ അച്ഛന് പാത്രം കഴുകി കൊണ്ടുവന്ന കാശോടെ ഞങ്ങൾ ഇത് വെച്ചുണ്ടാക്കണേ. അത് തിന്നാൻ പറ്റുമോ? ഒരു കറുത്ത പിശാച്. ഇല്ലമ്മ, ആരും അറിയാതെ എന്റെ കട്ടിലിന്റെ അടിയിലിട്ട് വളർത്തിക്കോളാ ഞാനിവളാ. കട്ടിലിന്റെ അടിയില ഈ സാധനത്തിനെയാ നിന്റെ ഒടുക്കത്തൊരു കൊല. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പോണ വഴിക്ക് മാർക്കറ്റിൽ സാധനം കളഞ്ഞ. മാർക്കറ്റിലൊക്കെ എന്തോരം പട്ടികളാന്ന് അറിയാം നമുക്ക്. അതിങ്ങളുടെ കയ്യിലൊക്കെ ഇവളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കയറി കൊന്നു കളയും. ഇവള് പാവല്ലേ അമ്മ, കളയണോ? എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഏതോ ചാവാലി പട്ടിക്കുണ്ടായ ഒരു സാധനം വെളുത്ത പട്ടിയാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയല്ലേ? എത്ര പേരോട് ചോദിച്ചു, ആർക്കും വേണ്ട ഈ അശുദ്ധത്തിൽ. ഞാനാണ് ഇവളുടെ അമ്മ. ഒരമ്മ? നിന്റെ അമ്മ ഞാനാ? ഇതൊരു പെൺപട്ടിയാടി. ഇത് പെറ്റു കൂട്ടും. ഇത് നമ്മളും പെണ്ണല്ലേ? ഇവളെ മാർക്കറ്റിൽ കൊണ്ടിട്ടാ അവിടുത്തെ പട്ടികളൊക്കെ ഇവളെ കടിച്ചു കയറി തിന്നും. ഇവളെങ്ങനെ ജീവിക്കും? ഒന്നും അറിഞ്ഞൂടമ്മേ. എനിക്ക് ആരുമില്ല. നിനക്ക് ഞാനില്ലേ? ഞാൻ ഒറ്റക്കായി പോവമ്മേ. എനിക്കൊരു കൂട്ടില്ല. ഇപ്പൊ ഞാൻ കളയുന്നേ പറഞ്ഞുള്ളൂ. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയ വിഷം കൊടുത്ത് കൊല്ലും ഞാൻ ഈ പിശാചിനെ. പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഇതിനെ പൊന്നുപോലെ വളർത്തിക്കോളാം. ചേട്ടാ അത് പെണ്ണാണ് കേട്ടാ. പെണ്ണാണെങ്കിലും കറുത്താണെങ്കിലും എനിക്കൊന്നുമില്ല.